രാമേന്ദ്രൻ, ബംഗാളിൽ നമ്മുടെ രാഷ്ട്രപതി അപഹസിക്കപ്പെട്ടു എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഡാർജിലിംഗിൽ നടക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിനാണ് രാഷ്ട്രപതി യഥാർത്ഥത്തിൽ അവിടെ എത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ നടന്ന പൊട്ടിത്തെറി എന്ന് പറഞ്ഞ് ഒന്ന് അവിടുത്തെ ഗവർണർ ആനന്ദ ബോസ് രാജിവെച്ചു. എങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് നേരത്തെ കമ്മിറ്റ് ചെയ്തതിൻ്റെ പേരിൽ രാഷ്ട്രപതിയോടെ പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുകയും. പക്ഷേ രാഷ്ട്രപതി അവിടെ ചെല്ലുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ ആരുമില്ല. സാധാരണ രീതിയിൽ ഗവർണറെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഇത് ഗവർണറില്ല, മമതയില്ല. മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുള്ള വേദി തന്നെ മാറ്റി. അതും അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഏതെല്ലാം രീതിയിൽ അപഹസിക്കാനായിട്ട് കഴിയുമോ ആ രീതിയിലൊക്കെ അപഹസിച്ച് അപമാനിക്കാൻ തീരുമാനിച്ച ഒരവസ്ഥ അവിടെ നിലവിലുണ്ട്. മമത അവരെ വല്ലാതെ അവിടെ അപമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പരാതിപ്പെട്ടു, രാഷ്ട്രപതി അതിൻ്റെ പരാതി ഉന്നയിച്ചു. പിന്നെ രാഷ്ട്രപതിയെ പറ്റി കുറെ ചീത്ത മമത, അത് മമതയുടെ ഒരു ശൈലിയാണല്ലോ, അങ്ങനെ ചെയ്തു. ഡാർജിലിംഗിൽ ബിദാൻ നഗറിൽ ആണ് ഈ രാജ്യാന്തര ഗോത്ര വർഗ സമ്മേളനം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ രാഷ്ട്രപതി അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിദാൻ നഗറിലല്ല പരിപാടി, ഇത് ഗോഷൈപൂർ. ഇത് നേരത്തെ മുൻകൂട്ടി അറിയിച്ചില്ല. ഇതെല്ലാം രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് എല്ലാ കാര്യങ്ങളും സംസ്ഥാനത്തിന് പ്രോട്ടോകോൾ അനുസരിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്, അത് ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇവർ ഡാർജിലിംഗിൽ രാഷ്ട്രപതി ചെല്ലുമ്പോൾ ബിദാൻ നഗറിൽ നിന്ന് ഗോഷൈപൂരിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ ഈ പരിപാടി കാണാനും ഒന്നും ഒരാളും ഇല്ലാത്തൊരു സമ്മേളനം. അപ്പോൾ സ്വീകരിക്കാനായിട്ട് മമതയോ മന്ത്രിമാരോ എത്തിയില്ല, പരിപാടിയിലും മമതയോ മന്ത്രിമാരോ എത്തിയില്ല. അപ്പോൾ അങ്ങനെ മുഖ്യാതിഥിയായിട്ട് രാഷ്ട്രപതി പങ്കെടുത്ത ഒരു സമ്മേളനം ആകെ കുളമായി. മമതയും അവരുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂലും കൂടി. എന്നിട്ട് ഈ മമത പ്രതികരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചത് പ്രകാരം മമതയുടെ ഏതെങ്കിലും മന്ത്രിമാരോ ഈ പരിപാടിയിലൊന്നും ഇല്ല, അതാണ് അവർ പറയുന്നത്. അതൊരു സ്വകാര്യ സംഘടന നടത്തുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഇവർ അതിൻ്റെ അകത്ത് ഇല്ലാതിരുന്നത്. എന്നാലും സ്വീകരിക്കാനായിട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ തന്നെ ബിദാൻ നഗർ ആണ് ഇത് നടക്കുക, അതാണ് ലൊക്കേഷൻ എന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് അറിയിച്ച പരിപാടിയിലില്ല. ഇത് മുഴുവൻ പൊട്ടത്തരമാകാനേ സാധ്യതയുള്ളൂ. കാരണം രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇതൊക്കെ കൃത്യമായിട്ട് അറിയിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി ഒക്കെ നമ്മളിപ്പോൾ മറ്റേ ചങ്ങനാശ്ശേരി പെരുന്നേലും കണ്ടതല്ലേ, പട്ടിയെല്ലാം പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുന്നത്. എല്ലാം അവിടെ സെക്യൂരിറ്റി പരിശോധനയൊക്കെ നടക്കില്ലേ സ്ഥലത്ത്? തീർച്ചയായിട്ടും. അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതല്ലേ. അപ്പോൾ സിലിഗുരി ജില്ലയിലാണ് ഈ രണ്ട് സ്ഥലവും. സിലിഗുരി ജില്ലാ അധികൃതർ വേണ്ടത്ര ക്രമീകരണമൊന്നും അവിടെ നടന്നിട്ടില്ലെന്ന് പറഞ്ഞിരുന്നു എന്നാണ് മമത പറയുന്നത്. ശരിക്കും പറഞ്ഞിരുന്നത് ഗോഷിയാർപൂർ എന്ന് തന്നെയാണെന്നും മമത പറയുന്നു. 2 ദിവസം മുമ്പ് ഈ കൊയ്തൊഴിഞ്ഞ പാടത്തിൻ്റെ ഒരു ചിത്രവും അവിടെ ചില മുളയൊക്കെ നാട്ടിയ പോലത്തെ ഒരു ചിത്രവും മര്യാദയ്ക്ക് വേദിയൊന്നും ഒരുക്കിയതായിട്ടും ഒന്നും കിട്ടിയില്ല. അപ്പോൾ മമത പറയുന്ന പോലെയാണല്ലോ അവിടെ പോലീസും കലക്ടറും ഒക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു വേദിയും ഒരുക്കണ്ട എന്ന് മമത നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കൊയ്തൊഴിഞ്ഞൊരു പാടവും ഏതാനും മുള നാട്ടിയത് സ്റ്റേജ് പോലും മര്യാദക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഇന്റർനാഷണൽ സന്താൾ കോൺഫറൻസ്, സന്താൾ എന്ന് പറഞ്ഞാൽ ഗോത്രവർഗമാണല്ലോ, അപ്പോൾ രാജ്യാന്തര സന്താൾ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല 9th ആദിവാസി സന്താൾ കോൺഫറൻസ് എന്നാണ്. അപ്പോൾ 9ാമത്തതാണ്. 8 നേരത്തെ നടത്തിയിട്ടില്ലേ? അപ്പോൾ 8 വൃത്തിയായിട്ട് നടത്തിയിട്ടുള്ള സംഘാടകർക്ക് 9ാമത്തത് നടത്താൻ അറിഞ്ഞൂടെ?
അല്ല, മാത്രമല്ല ഈ സന്താൾ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ കൂടിയാണല്ലോ നമ്മുടെ രാഷ്ട്രപതി. അതെ അതെ അതെ, അവരും ഗോത്രവർഗ അപ്പോൾ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണമല്ലോ. അവിടെ ഗോത്രവർഗത്തിൻ്റെ ഇടയ്ക്കുമൊക്കെ ഈ വനവാസി മറ്റേ സംഘടനയുണ്ടല്ലോ ബി ജെ പി ഈ പ്രത്യേകിച്ചും ബംഗാളിൽ വനവാസികൾക്കിടയിൽ ആദിവാസികൾക്കിടയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ പോലെ. അപ്പോൾ ഈ സമ്മേളനത്തിന് സംഘാടകർ വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ലെന്ന് ജില്ലാ അധികൃതർ അറിയിച്ചിരുന്നു എന്ന് മമത ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോഴും നമുക്കൊരു ചോദ്യം ഉണ്ടല്ലോ, ജില്ലാ അധികൃതർ അങ്ങനെ എന്നുള്ളത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. മമതയോട് ജില്ലാ അധികൃതർ പറഞ്ഞു എന്നിരിക്കട്ടെ. അപ്പം മമതയിലെ മുൻകൈ എടുത്ത് രാഷ്ട്രപതിയുടെ വരവ് കെങ്കേമമാക്കേണ്ടത്. രാഖി രാമാനു ഇതൊക്കെ ചെയ്യണ്ടേ? രാഷ്ട്രപതി ഇവിടെ വരുമ്പോൾ തന്നെ രാഖി രാമാനു ഒരു ഹെലിപ്പാഡ് നിലയ്ക്കൽ ഉണ്ടാക്കിയില്ലേ? കേരളത്തിൽ ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. രാഷ്ട്രപതി വരുമ്പോൾ പിണറായി വിജയനും വേണമെങ്കിൽ ഈ മമതയെ പോലെ കളിക്കാമല്ലോ. അങ്ങനെ ചെയ്യുന്നില്ലോ. ഇവിടെയൊക്കെ അത്തരം കാര്യങ്ങളെങ്കിലും വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജില്ലാ അധികൃതർ ഫോണിലും രാഷ്ട്രപതി ഭവനിൽ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5-ാം തീയതി ഈ രാഷ്ട്രപതി ഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീം ഈ സിലിഗുരിയിൽ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിയിരുന്നു, ചടങ്ങ് മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. അപ്പോൾ പ്രോട്ടോകോൾ പ്രകാരം അവർ തയ്യാറായിരുന്നു എന്നുള്ളത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ടീം എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമല്ലേ. അപ്പോൾ എന്നിട്ടും ഇങ്ങനെ ഈ മേക്ക് ഷിഫ്റ്റ് ഒരു താൽക്കാലിക വേദിയൊക്കെ അടുത്തും പരിപാടിയൊക്കെ നടന്നു. ആളില്ലാതെയാണ് നടന്നത് എന്ന് പറഞ്ഞാൽ ആളില്ലാതെ നടക്കണം, ഇത് പൊളിഞ്ഞു പോകണം എന്ന് മമതയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് ഇനി പറയുന്നതിൽ നിന്ന് മനസ്സിലാവും. സിലിഗുരി മേയർ, ഡാർജിലിംഗ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, സിലിഗുരി SP ഇത്രയും ആളുകളാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. ഈ മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരാൾ വേണ്ടേ? തീർച്ചയായിട്ടും എല്ലാ സംസ്ഥാനത്തും മിനിസ്റ്റർ ഒരു മന്ത്രി അങ്ങോട്ട് അയക്കും. അതെ, പലതരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം, രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ ഇവിടെ വരുന്നത് രാഷ്ട്രപതിയാണ്. അവിടെ ഇരിക്കുന്ന സംസ്ഥാന സർക്കാരിനെ അവരെ പ്രതികരിച്ചൊരു മന്ത്രി അയക്കാൻ ബാധ്യതയുടെ ഉത്തരവാദിത്തമുണ്ട്. അത് ചെയ്തിട്ടില്ല. മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറഞ്ഞൊരു മന്ത്രി അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇത് പൊളിയണമെന്ന് ഇവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയെ അപമാനിക്കണം, അവർ ആദിവാസി ആയതുകൊണ്ട് അപമാനിക്കണം എന്നിവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നിട്ട് ഇനി മമത പറയുന്ന രാഷ്ട്രീയം കൊണ്ട് അവർക്ക് രാഷ്ട്രപതിയെ അപമാനിക്കണം ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാവും. അവർ പറയാണ് ഇതിൻ്റെ അകത്ത് പ്രോട്ടോകോൾ ലാബ്സ് ഒന്നും ഇല്ല, ഇതിങ്ങനെ തന്നെയൊക്കെയാണ് വേണ്ടത്. പാർട്ടി താല്പര്യത്തിന് BJP രാഷ്ട്രപതിയെ ഉപയോഗിക്കുകയാണ് ഇവർ പറയുക. അപ്പോൾ പാർട്ടിക്ക് വേണ്ടി രാഷ്ട്രപതി വന്നാൽ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാനുള്ള ആൾ. പാർട്ടി താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രപതിയെ ഉപയോഗിക്കുന്നു. രാഷ്ട്രീയം വിൽക്കാൻ വേണ്ടി രാഷ്ട്രപതിയെ അയച്ചതാണ് BJP. രാഷ്ട്രീയം വിൽക്കാൻ നിങ്ങൾ രാഷ്ട്രപതിയെ അയച്ചു, ഞങ്ങളിത് ഇങ്ങനെയാണ് അവരെ സ്വീകരിക്കുക. ചീമുട്ട എറിഞ്ഞില്ല, ചാണകം വാരി എറിഞ്ഞില്ല എന്നൊക്കെ സമാധാനിക്കാം. അതായത് അവഗണിച്ച് അവമാനിക്കുക എന്നുള്ള ലൈനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് മമത പറയുക ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്, വർഷത്തിലൊരിക്കലാണ് രാഷ്ട്രപതി വരുന്നതെങ്കിൽ സ്വീകരിക്കാം. വർഷത്തിലൊരിക്കലല്ല വരുന്നത്, അതുകൊണ്ട് സ്വീകരിക്കില്ല എന്നല്ലേ എൻ്റെ മലയാളം. നിരന്തരം വന്നാൽ ഞാൻ എങ്ങനെ സ്വീകരിക്കും? പിന്നാലെ ഞാൻ നടക്കണോ? മമത ചോദിക്കുകയാണ്. പിന്നെ എപ്പോഴും രാഷ്ട്രപതി ഇങ്ങനെ വന്നാൽ പിന്നാലെ ഞാൻ നടക്കണോ? പട്ടം പറപ്പിക്കുന്ന ആളുകൾക്ക് പിന്നാലെ ആ പട്ടം പറക്കുന്നതനുസരിച്ചിട്ട് ഞാൻ പുറകെ പോകണം? ഇവിടെ ആകെ വർഷത്തിലൊരിക്കലാണ് പട്ടം പറപ്പിക്കുന്നത്, അത് വിശ്വകർമ്മ പൂജയ്ക്കാണ്. മമത പറയുക അവരെ അപമാനിച്ചു അവിടെ സ്വീകരിക്കാതെ. അത് കഴിഞ്ഞ് വാക്കുകൾ കൊണ്ടും പൊങ്കാലയിട്ട് അപമാനിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപതിയല്ലേ ഇന്ത്യയുടെ, അവരെ ആദരിക്കണ്ടേ? അല്ല, രാഷ്ട്രീയ പാർട്ടികളൊക്കെ വിവേചനം കാണിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവിവേകത്തിൻ്റെ ശബ്ദം വളരെ ശക്തമായി നമ്മൾ കേൾക്കേണ്ടി വരും. വിവേകം കാണിച്ചില്ലെങ്കിൽ, വിവേകമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇതൊരു വല്ലാത്ത സംഭവമാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സംസ്ഥാന ഭരണകൂടത്തിനെ തന്നെ പിരിച്ചുവിടേണ്ടതാണ്. എന്തൊരു
ജനാധിപത്യ ബോധവും അല്ല, ക്ഷമയുമാണ്. ഭരണഘടനാ സംവിധാനങ്ങളുടെ ഭാഗമാണിതെല്ലാം. അത് പരിഗണിക്കാതെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സംസാരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നണം. പക്ഷെ മമത ഇങ്ങനെയാണ്. ആ മമതയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP മമത അവിടെ തെരഞ്ഞെടുപ്പിൽ BJP പേടിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് BJPയും അവരും തന്നെയാണ് മത്സരം. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും മാത്രമല്ല ഒരു മുസ്ലിം പാർട്ടി ഉണ്ടല്ലോ, ഹുമയൂൺ കബീറിന്റെ ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അവൻ പക്ഷേ BJPയെ സഹായിക്കാനല്ലേ സാധ്യത? അതെ, 2 ജില്ലകളിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. 2 മുസ്ലിം ഭൂരിപക്ഷം 50% കൂടുതൽ മുസ്ലിങ്ങളുള്ള സ്ഥലത്താണ് അയാൾ പയറ്റാൻ പോകുന്നത്. അപ്പോൾ അയാൾ അവിടെ മമതയ്ക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വോട്ടുകളൊക്കെ അയാൾ അടിച്ചു മാറ്റും എന്നുള്ള ഭയവും ഇവർക്ക് ഉണ്ടാവും. അതൊക്കെ ആയിരിക്കും ഈ രാഷ്ട്രപതിയെ അപമാനിക്കാനുള്ള കാരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.